തിരുവനന്തപുരം പോത്തങ്കോടിന് സമീപം കോലിയക്കോട് ജംഗ്ഷൻ അടുത്തായിട്ടാണ് ഈ കാണുന്ന പ്ലോട്ടുകൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇത് നമ്മൾ മുന്നേറിയ വീഡിയോ ചെയ്തതാണ്. അന്ന് ശരിക്കും ഇതിനകത്തുള്ള ടാറിങ്ങോ ഒരു വർക്കും ആയിട്ടില്ലായിരുന്നു. അതായത് ഇതിൻ്റെയൊക്കെ ഈ ഒരു ഡെവലപ്മെൻറ്റ് സ്റ്റേജിലായിരുന്നു നമ്മളൊന്ന് വീഡിയോ ചെയ്തത്. അന്ന് അതിലൂടെ തന്നെ നമുക്ക് 2-3 പ്ലോട്ടുകൾ ഓൾറെഡി സെയിലായി, ബാക്കിയുള്ളത് വേറെയും സെയിലായിട്ടുണ്ട്. അതിൽ നമുക്കിനി ബാക്കി 3 പ്ലോട്ടുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി 3 പ്ലോട്ടുകൾ ഉള്ളത് നമുക്ക് കുറച്ചുകൂടെ വലിയ ഏരിയയാണ് കേട്ടോ. ബാക്കി കിട്ടുന്ന പ്ലോട്ടെല്ലാം നമുക്കൊരു 5 സെൻറ്റ് 6 സെൻറ്റ് ആയിരുന്നെങ്കിൽ ഇത് 8 സെൻറ്റ് 9 സെൻറ്റ് ഒരു 10 സെൻറ്റിനകത്തൊക്കെ വരുന്ന ആ രീതിയിലുള്ള വലിയ പ്ലോട്ടുകളാണ് നമുക്കിനി ബാക്കിയുള്ളത്. നമ്മുടെ ഈ പ്രോപ്പർട്ടി എവിടെയാണെന്ന് കറക്റ്റായിട്ട് പറഞ്ഞുതരാം. നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് വരുന്നത് പോത്തങ്കോട് എന്ന് വരികയാണെങ്കിൽ ഏകദേശം 2 കിലോമീറ്റർ കഴിയുമ്പോഴത്തേക്കും കോലിയക്കോട് എന്ന് പറയുന്ന ഈ ഒരു ജംഗ്ഷനിലെത്താം. കോലിയക്കോട് ജംഗ്ഷനിൽ നിന്ന് തന്നെ ലെഫ്റ്റിലേക്ക് കീഴാമലയ്ക്കൽ ശിവക്ഷേത്രത്തിലേക്ക് പോകുന്ന ഒരു ആർച്ചുണ്ട്. ഈ ആർച്ചിനകത്തേക്ക് കയറി നമ്മൾ കുറേ ദൂരം പോകുമ്പോൾ ഇടത്തോട്ട് വീണ്ടും ആ ക്ഷേത്രത്തിലേക്കുള്ളൊരു ബോർഡ് കാണാം. ആ റൂട്ട് പോകുമ്പോൾ നമ്മുടെ പ്രോപ്പർട്ടി ഈസിലി ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. ഇവിടെ ഏകദേശം ഒരു 750 മീറ്ററാണ് നമുക്ക് ഡിസ്റ്റൻസ് വരുന്നത്. ഇനി അതെല്ലാം നമ്മൾ കുറച്ചുകൂടെ മുന്നിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ബിവറേസ് ഉണ്ട്. ആ ബിവറേസിൻ്റെ അടുത്ത് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് പോകാനാണെങ്കിൽ ഏകദേശം ഒരു 300 മീറ്ററാണ് ഈ റോഡിൽ നിന്നുള്ള ഡിസ്റ്റൻസ് വരുന്നത്. പക്ഷേ നിലവിൽ ആ റോഡിൽ ഇപ്പോൾ വർക്ക് കിടക്കുന്നതുകൊണ്ട് അതുവഴി വണ്ടി കൊണ്ടുപോകാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. പോത്തങ്കോട് നിന്ന് വെഞ്ഞാറമൂട് റോഡ് വരുമ്പോഴത്തേക്കും കോലിയക്കോട് ജംഗ്ഷൻ്റെ അടുത്ത് നിന്ന് കീഴാമലയ്ക്കൽ ക്ഷേത്രത്തിലേക്ക് പോകുന്ന റോഡ്, ഇടത്തോട്ട് കാണുന്ന റോഡ്, അതുവഴി വരുവാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 700-750 മീറ്ററാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലെ ഡിസ്റ്റൻസ് വരുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്കും ഇതുപോലെ ഗേറ്റഡ് കമ്മ്യൂണിറ്റിയാണ്. ഇതുപോലെ ഫുള്ളായിട്ട് കോമ്പൗണ്ട് വാളോട് കൂടിയ ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റിയാണ്. അപ്പം നമുക്ക് മുൻവശത്ത് നിന്ന് അകത്തേക്കുള്ള റോഡൊക്കെ നോക്കുകയാണെങ്കിൽ ഇതുപോലെ നല്ല വീതിക്കാണ് റോഡ് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ വരുമ്പോൾ 5.3 മീറ്ററാണ് നമുക്ക് റോഡിന് വീതി കൊടുത്തിട്ടുള്ളത്. ആ റോഡ് താഴേക്ക് ഇറങ്ങി വരുമ്പോൾ നമുക്കിതാ ഈ കാണുന്ന ഒരു പ്ലോട്ട്, ഇതൊന്ന്, അവിടെ 2, ആ കാണുന്ന 3, ആ പ്ലോട്ടിനാണെങ്കിൽ നമുക്ക് അപ്പുറത്തെ വശത്ത് നിന്ന് സെപ്പറേറ്റ് ആയിട്ട് അടുത്തൊരു എൻട്രി ഇട്ടിട്ടുണ്ട്. അങ്ങനെ 3 പ്ലോട്ടുകളാണുള്ളത്. 8 സെൻറ്റ് മുതൽ മേളിലേക്ക് വരുന്ന പ്ലോട്ടുകൾ. ഈ 2 പ്ലോട്ടും വേണമെങ്കിൽ ചേർത്ത് വാങ്ങിക്കഴിഞ്ഞാൽ ഇതിനകത്ത് വീടും വയ്ക്കാം. ബാക്കിൽ നമുക്ക് എന്തെങ്കിലും കൃഷിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. ഈ പ്ലോട്ട് വാങ്ങുന്നവർക്ക് വേറൊരു ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന കിണറും നമുക്ക് കിട്ടും. പിന്നെ നമുക്ക് പോത്തങ്കോട് വെഞ്ഞാറമൂട് റോഡിൽ നിന്ന് ഇതിനകത്ത് കയറാൻ വേറെയും വഴിയുണ്ട്. ഏകദേശം ഒരു 250 മീറ്റർ വരുന്ന വഴിയുണ്ട്. അതായത് കോലിയക്കോട് ജംഗ്ഷൻ കഴിഞ്ഞ് വീണ്ടും താഴേക്ക് പോലും ബിവറേജ് വരും, അതിൻ്റെ അടുത്ത് നിന്ന് കയറാൻ പറ്റും. പക്ഷേ ആ റോഡ് ഇപ്പം നിലവിൽ അണ്ടർ കൺസ്ട്രക്ഷനാണ്. അപ്പോൾ ആ ഒരു വർക്ക് പൂർത്തിയാകുന്നതോടുകൂടി അവിടെ നിന്ന് നമുക്ക് വണ്ടി കയറി വരുന്ന രീതിയിൽ പെട്ടെന്ന് തന്നെ, അതായത് ഒരു 250-300 മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസിൽ എത്താനും സാധിക്കും. താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഡെവലപ്പേഴ്സിനെ വിളിച്ച് ഡീലായിരിക്കും. ഈ പ്രോപ്പർട്ടി ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് 3.25 ലക്ഷം രൂപയാണ്. ഈ പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട്. നമ്മുടെ സിറ്റിയിൽ നിന്ന് കുറച്ചൊന്ന് മാറി വളരെ പീസ്ഫുൾ ആയിട്ടുള്ളൊരു അന്തരീക്ഷത്ത് നല്ല വലിയ പ്ലോട്ടുകളെ താല്പര്യമുള്ളവർക്ക് വാങ്ങാൻ പറ്റിയ അടിപൊളി ഒരു ലൊക്കേഷനാണ്. ഈ പ്രോപ്പർട്ടിയുടെ ഒരു ഭംഗി തന്നെയാണ് ഇതിൻ്റെ ഒരു മേജർ ഹൈലൈറ്റ്. എല്ലാ പ്ലോട്ടുകളിലേക്കും വാട്ടർ ലൈൻ കൊണ്ടുവിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി കണക്ഷൻ നമുക്ക് ഇതിനകത്തേക്ക് ഓൾറെഡി പോസ്റ്റലായിട്ടിട്ടുണ്ട്. ഈ കാര്യങ്ങളൊന്നും ഇനി നിങ്ങൾക്ക് വേറെ ചിലവ് വരുന്നില്ല. അതുപോലെ നമുക്ക് എല്ലായിടത്തും സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇതെല്ലാം സോളാറിൽ വർക്ക് ചെയ്യുന്ന സ്ട്രീറ്റ് ലൈറ്റുകളാണ്. അങ്ങനെയുള്ള സ്ട്രീറ്റ് ലൈറ്റുകളും നമുക്ക് പ്രോപ്പർട്ടിക്കുള്ളിലേക്ക് സ്ഥാപിച്ചിട്ടുണ്ട്. താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഡെവലപ്പേഴ്സിനെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലായിരിക്കും. ഓൾറെഡി പോയ പ്ലോട്ടുകളിലൊക്കെ പലരും ഇതുപോലെ മതിലൊക്കെ കെട്ടി തിരിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ഒരു 3 വലിയ പ്ലോട്ടുകൾ മാത്രമേ ബാക്കിയുള്ളൂ. വേഗം വിളിച്ചോ.